കാണിക്കാനാ? എന്നെയോ അതോ എന്റെ മോളെയോ? ഇതിങ്ങനെ പോയാ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോഴേ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചോ. ആളാ മുട്ടിയാ ചേരയും കടിക്കും. ആ ഒരു ചൊല്ലിന് ഇവിടെ ഇപ്പൊ ഒരുപാട് പ്രാധാന്യമുണ്ട്. പിന്നെ എനിക്കൊരു നിവൃത്തികേട് വന്ന ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞു. അതെ, അങ്ങനെ വന്ന ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന എല്ലാ കള്ളങ്ങളും പൊളിയും. പൊളിഞ്ഞ സത്യമ്മ ഇപ്പൊ എന്ത് പ്രേമം കാണിച്ചാലും അതിന്റെ 10 മടങ്ങ് വെറുപ്പ് കുഞ്ഞേച്ചിയുടെ അടുത്തുണ്ടാവും. അങ്ങനെ സംഭവിച്ച ഈ രാജകുമാരിയാക്കലും വെൺചാമരം വീശലും പിന്നെ സ്വർണ്ണക്കിണ്ടിയിലെ വെള്ളം തരലും ഒക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കും ഞാൻ. അതിനമ്മായി അമ്മയും പുന്നാര മരുമകളും കൂടി ഒരുക്കി കെട്ടി എന്നെ ഇറക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കുറച്ച് കറിയും കൊഴിച്ച വെച്ചേ. അപ്പൊ ഇനി ദോശ ആരും കൊണ്ടുവരും? 5-6 ദോശ ഇങ്ങെടുക്കും വെച്ചേ. കറി ഇവിടെയും ഉള്ളതല്ല, അറിയില്ല. മോളെ, പഴംപൊരിക്കുള്ള പണി നോക്കണേ. തൊഴിലുറപ്പുകാർക്ക് 42 പഴംപൊരിയാ ചൂടോടുകൂടി പറഞ്ഞിരിക്കുന്നത്. 3:30 ചായ കൂടി. പഴംപൊരി നിന്ന് കഴിയുമ്പോഴത്തേക്ക് പോകാനുള്ള സമയമാവും. അന്നത്തെ തൊഴിലുറപ്പ് പരിപാടി അതോടെ അവസാനിക്കുകയും ചെയ്യും. ഇതൊക്കെ ആരോട് പറയാനാ? ചേച്ചി, കുറച്ച് വെള്ളം. തരാം. എനിക്ക് കുറച്ച് വെള്ളം താ. അതെ, കഴിച്ചതിന്റെ കാശേ 110. കാശൊന്നും എന്റെ കയ്യിലില്ല. കാശൊന്നും ഇല്ലെന്നോ? എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ കയ്യില് കാശൊന്നും ഇല്ലാന്ന്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഭക്ഷണം കഴിച്ച കാശ് തരണ്ടേ? ഞാന് ഗോപാലകൃഷ്ണന്റെ സുഹൃത്താ. പേര് വേലായുധൻ. പറഞ്ഞാ മതി. ഒന്ന് നിന്നേ. അതെന്ത് മര്യാദ കേടാടോ താനീ പറഞ്ഞിട്ട് പോകുന്നേ? ഗോപാലകൃഷ്ണന്റെ ആരും ആയിക്കോട്ടെ, അതിനിവിടുന്ന് ചായ കുടിച്ച് എന്റെ കാശ് കൊടുക്കേണ്ട മര്യാദ ഇല്ലേ? കൊടുക്കാൻ സൗകര്യമില്ല. താൻ എന്ത് ചെയ്യും? പറയടാ, താ എന്ത് ചെയ്യൂന്ന്? അതെ, നിങ്ങൾ ഗോപാലകൃഷ്ണനെ വിളിക്കുക. എനിക്ക് പറയാനുള്ളത് ഗോപാലകൃഷ്ണനോടാ.
വിളിക്കേ, ഗോപാലകൃഷ്ണനെ വിളിക്കേ, ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങ് വരട്ടെ, കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ല, കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വിളിക്കേ, വരട്ടെ ഗോപാലകൃഷ്ണൻ. വേലായുധന്റെ അടുത്ത് അവന്റെ കളി. ഇതേതോ കാട്ടുകൊള്ളിയാ, കാലേ ചുറ്റാൻ തന്നെ വന്നതാ. ശാരദാമ്മേ, ഗോപാലകൃഷ്ണൻ വിളിക്കേ. ഇത് ഗോപാലകൃഷ്ണൻ വന്നാലേ പറഞ്ഞൊതുക്കാൻ പറ്റൂ. അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അമ്മ അച്ഛനൊന്ന് വിളിക്കേ. ഇങ്ങനെ ഒരാൾ വന്ന് നിൽക്കുന്നെന്ന് പറ. അതിനിപ്പോ എവിടെ പോയിന്ന് വെച്ചിട്ടാ വിളിക്കുക? അമ്മ എന്ന് വിളിക്ക. എന്താ കാര്യമെന്ന് അറിയണല്ലോ. ബെല്ലടിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. ഇങ്ങനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.